ദീപിക ദിനപത്രം ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഈ കന്യാസ്ത്രീ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രേഖപ്പെടുന്ന എഡിറ്റോറിയലാണത്. അതുപോലെ വി ശിവൻകുട്ടി വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. പറയൂ ടോബി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായിട്ടും ദീപികയിൽ നിന്ന് അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ദീപിക പത്രം അവരുടെ നിലപാട്, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകളുടെ നിലപാട് അവർ എഴുതാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടി അതിരൂക്ഷമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് മതേതരത്വത്തെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, രണ്ട് കന്യാസ്ത്രീകളല്ല എന്നുള്ള രീതിയിലാണ് അവർ ആ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി നടക്കുന്നു. ഒരു കണക്ക് കൂടി 2014 മുതൽ 2024 വരെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ അതിക്രമങ്ങളുടെ ഒരു കണക്ക് 4316ഓളം അക്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണക്കടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നടക്കുന്നത് വ്യത്യസ്തമായി. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത് BJP നേതാക്കൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും BJP നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകൾ കേരളത്തിൽ അത് വ്യത്യസ്തമാണെന്നുള്ള മനസ്സിലാക്കണം. കേരള ഘടകം വ്യത്യസ്തമായിട്ടുള്ള നിലപാട് അത് കൃത്യമായി കേരള ഘടകം മനസ്സിലാക്കണമെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം നിർത്തുന്നത്. എന്തായാലും മന്ത്രി ശിവൻകുട്ടി ഈ വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരല്പം കടന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മതമേലധ്യക്ഷന്മാർ ആരും തന്നെ അതിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല. ദീപികയിൽ ഒരു എഡിറ്റോറിയൽ നടത്തി അവസാനിപ്പിക്കുകയാണ്. അത് മാത്രം പോരാ, രൂക്ഷമായ വിമർശനം നടത്താനും പ്രതിഷേധങ്ങൾക്കും സഭാ മേലധ്യക്ഷന്മാർ തയ്യാറാകണമെന്നൊരു കാര്യമാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞിരിക്കുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.